ഹായ് ഗേൾസ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ട്രിങ്കറ്റ് ഡിഷ് അല്ലെങ്കിൽ ട്രിങ്കറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ ഡോസൻ്റെ ഓൺലൈൻ വാങ്ങിച്ചിട്ടുള്ള ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫെവിക്രില്ലതോ അല്ല വേറെ ഏത് എയർ ഡ്രൈ ക്ലേ എടുക്കാം. അതിൻ്റെ ആവശ്യത്തിന് വലിപ്പത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഫെവിക്രിലാണെങ്കിൽ 2 കോമ്പൗണ്ട്സും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കാനൊക്കെ അറിയാമല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ചെയ്യും. ഇതിപ്പോൾ നേരെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒന്നിങ്ങനെ പരത്തിയെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം അതിൻ്റെ ചുറ്റും ഒരു ബോർഡർ പോലെ പ്ലേറ്റിൻ്റെ സൈഡിൽ അരികെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നേരിയ ഇങ്ങനെ ഇങ്ങനെ നട പോലെ ഇങ്ങനെ ഒന്ന് ക്ലേ ഇങ്ങനെ വട്ടത്തിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം അതിന് ചുറ്റും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വേറെ തന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു പ്ലേറ്റ് ഇതിൽ തന്നെ തിരിച്ച് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് തൊട്ട് ആ രണ്ടും കൂടി ഒന്ന് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ തേച്ച് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് ഒറ്റ ഒരു ഇതിനെ കൊണ്ടിട്ട് ഉണ്ടാക്കിയ പോലെ തന്നെ തോന്നും. അപ്പോൾ അതങ്ങനെ ഒരു വേർതിരിവ് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ നല്ലോണം ഉണക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനും ഇതിൻ്റെ ഉള്ളിൽ ഡിസൈൻസൊക്കെ വരച്ചെടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ മാവിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്, അല്ലെങ്കിൽ പേസ്റ്റൽ ബ്ലൂ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിന് ഫുള്ളായിട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ വശത്ത് മാത്രമാണ് ബ്ലൂ കളർ വരുന്നത്. അതിൻ്റെ അരികില്ല നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കളർ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ഡാർക്ക് ബ്ലൂ കൊണ്ട് സൈഡിൽ ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലോണം ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുഞ്ഞു ഹാർട്ട്സാണ് വരച്ച് കൊടുക്കുന്നത്. ബ്ലൂ കളറിൽ കുഞ്ഞു ഹാർട്ട്സ് വരച്ച് കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഉണങ്ങി കിട്ടട്ടെ. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് കൊണ്ട് ചെറിയതായിട്ടൊന്ന് ടച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ കുത്ത് വരച്ച് കൊടുത്താൽ നല്ല ഹാർട്ട് ഷേപ്പ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം, ഏത് വേണമെങ്കിൽ കൊടുക്കുക, ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ ഇതിപ്പോൾ പ്ലേറ്റിൻ്റെ ഷേപ്പ് തന്നെ വേണമെങ്കിൽ സ്ട്രോബെറി ആയിട്ടോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ബേസിക് രൂപം മാത്രമാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫൈനൽ ലുക്ക് നോക്കിയാലോ. ഇതിൽ നമുക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളും അതുപോലെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.